റോഡിൽ ഭയങ്കര സ്റ്റേബിളാണ്. ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവർക്കും വീടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ആക്കണം. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് എവിടെ എത്താൻ പറ്റില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ആക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നത് ടൊയോട്ട ഇറ്റിയോസ് ലിവ ഡീസൽ എഞ്ചിനാണ്. 1.4 ലിറ്റർ വരുന്ന 1364 cc വരുന്ന ഒരു കിഡിലൻ എഞ്ചിനോട് കൂടിയുള്ള ഒരു വണ്ടിയാണ് ഇത്. ടൊയോട്ടൻ്റെ എക്കാലത്തെയും മികച്ച അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഏറ്റവും സെയിൽസിൽ നമ്പർ 1 ആയിട്ടൊക്കെ നിന്നായിരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഇറ്റിയോസ് ലിവ. അപ്പോൾ ഏവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഈ ഒരു ഡീസൽ വണ്ടി. കാരണം വെച്ചാൽ ഇതിൻ്റെ പെട്രോളും അവൈലബിൾ ആയിരുന്നു. ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോളിൻ്റെ സെയിൽ കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടൊയോട്ട ഇറ്റിയോസിൻ്റെ ലുക്കും കാര്യങ്ങളും നോക്കാം. അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് ടൊയോ വണ്ടിക്കുള്ളത്. ഫ്രണ്ടിലെ ലാമ്പും അതേപോലെ തന്നെ അധികം വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ടൊയോട്ടൻ്റെ ബാഡ്ജിങ്ങും ഇപ്പോൾ ബമ്പർ സൈഡിലെ കാഴ്ചകളാണ് കാണുന്നത്. ഫോഗ് ലാമ്പ് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതിന് 170 mm ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നത്. അത്യാവശ്യം നല്ല ഒരു ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ ചാടി കിടക്കാൻ പറ്റിയൊരു ഹാച്ച് ബാക്ക് കാരണം അങ്ങനെ അടി വരുതൊന്നുമില്ല. പിന്നെ ഫുൾ ഓർഡറായിട്ട് കൊണ്ടുപോയിട്ട് അലാക്കിൻ്റെ കട്ടറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് അടി കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും നമ്മുടെ കേരള റോഡുകളിലൊക്കെ. ഈ ഒരു വണ്ടി ടൊയോട്ടൻ്റെ ഒരു ക്യൂട്ട് ഹാച്ച് ബാക്ക് കാറിനാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ അത് നിലവിൽ മോഡിഫൈ ചെയ്തൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് ആയാലും ഈ ഒരു വണ്ടി കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അത് VD എന്നുള്ള മോഡലാണ്. അതായത് ഇത് ടോപ്പ് എൻഡിലും തൊട്ട് താഴെയുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലും അലോയ് വീൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു വിഷൻ തരുന്ന ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ്. ഫ്രണ്ടിൽ ആ ഒരു എന്താ പറയുക ബോണറ്റിൻ്റെ മേലുള്ള ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ കാണാമല്ലേ, അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇപ്പോൾ നിലവിൽ സെക്കൻഡ്സ് മാർക്കറ്റുകളിൽ ഇഷ്ടംപോലെ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് കാരണമായിട്ട് ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഈ ഒരു ഹാച്ച് ബാക്ക് കാറാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് കാറാണ്. ഇപ്പോൾ ഇതിൻ്റെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അടിപൊളി അലോയ് വീൽസ് ആണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇപ്പോൾ സൈഡിൽ ചെറുതായിട്ട് പുട്ടും അടവൊക്കെ ഉണ്ട്. നമ്മളിവിടെ തെട്ടിയും തേമ്പിൻ്റെ ഒക്കെ. അല്ലാണ്ട് ഈ ഒരു വണ്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റീൻ്റെ ഒരു കുറവൊന്നല്ല. ബിൽഡ് ക്വാളിറ്റി അടിപൊളി ഉഷാറ് ബിൽഡ് ക്വാളിറ്റി. കാരണം വെച്ചാൽ സ്ട്രോങ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൈഡ് വശത്തിലെ കാഴ്ചകളും കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പെട്രോളും ഡീസലായിട്ട് ലുക്ക് വൈസ് കാര്യങ്ങളൊന്നും മാറ്റില്ല, സാധാ പോലെ തന്നെ എല്ലാം ഒരേപോലൊക്കെ തന്നെ കാണാൻ. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ടൊയോട്ട ഇറ്റിയോസ് ലിവ പെട്രോൾ വണ്ടി ഞാൻ ഓടിച്ചതാണ്. അപ്പോൾ ആ പെട്രോൾ വണ്ടിക്ക് ഇത്രമാത്രം പവറില്ല. പിന്നെ അത് മാത്രമല്ല ഫ്യൂൽ എഫിഷ്യൻസി വളരെ കുറവാണ്. ഒരു 10-13 കിലോമീറ്റർ മൈലേജൊക്കെയാണ് ഞാൻ അന്ന് ഓടിച്ചിരുന്ന ആ വണ്ടിക്ക് എനിക്ക് കിട്ടിയായിരുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. പെട്രോളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. പിന്നെ അത് മാത്രമല്ല ടൊയോട്ട ഇറ്റിയോസ് ലിവൻ്റെ ഒരു അണ്ടർ റേറ്റഡ് കാറാണ് ഈ ഒരു കാർ. റിലയബിലിറ്റി അതാണ് സാറേ ടൊയോട്ടൻ്റെ ഏറ്റവും വലിയ മെയിൻ കാര്യം. കാരണം എന്താ വെച്ചാൽ 5 ലക്ഷം ഓടിയ ടൊയോട്ട നോർമൽ സെഡാൻ കാർ, ഇത് ഇറ്റിയോസ് എന്നുള്ള ആ സാധാ സെഡാൻ മോഡൽ കാർ ടാക്സി ആയിട്ട് ഇത്രയും വണ്ടികൾ നമ്മളെ ഒരു ഏരിയയിൽ ലഭ്യമാണ്. അത് മാത്രമല്ല അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രമാത്രം ടാക്സി വണ്ടി ഓടുന്നുണ്ടെങ്കിൽ വഴിയിൽ നിൽക്കില്ല, അതേപോലെ തന്നെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഇത്രയും അധികം ടാക്സി ഡ്രൈവേഴ്സ് ആ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതാണല്ലോ, അത് എക്കണോമി പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ടാക്സി ഡ്രൈവേഴ്സ് അങ്ങനത്തെ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നത്. പിന്നെ ടാക്സി ഓടാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ അതിനുള്ള ആ ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കാം. അപ്പോൾ ടൊയോട്ടൻ്റെ പ്രീമിയം ഹാച്ച് ബാക്ക് കാറുകളൊക്കെ വാഹനം ഇറക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇന്ത്യയിൽ വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ടൊയോട്ട എന്തുകൊണ്ടും ഇന്ത്യയിൽ വലിയൊരു മൈൻഡ് കൊടുക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഹാച്ച് ബാക്ക് കാറുകളൊന്നും അധികം ഇന്ത്യയിൽ ഇതുവരെ ഇറ്റിയോസിന് ശേഷം വന്നിട്ടുള്ളത് ഗ്ലാൻസ് അങ്ങനത്തെ കാറാണ്. പക്ഷേ അതൊക്കെ പക്ക സുസുക്കി വണ്ടിയാണ്. സുസുക്കി വണ്ടി ഇങ്ങോട്ട് റീബാഡ്ജ് ചെയ്താണ്. പക്ഷേ ആ ഒരു ടൊയോട്ട ഫീലൊന്നും നമുക്ക് ആ ഒരു ഗ്ലാൻസിലൊന്നും വണ്ടി ഓടിക്കുന്ന ടൈമിൽ കിട്ടില്ല. പക്ഷേ ഈ ഒരു വണ്ടി അതായത് ഇറ്റിയോസ് ലിവ പക്ക ടൊയോട്ട എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. D40 ഈ ടൊയോട്ട സൂചിപ്പിക്കുന്ന ആ ഒരു എഞ്ചിൻ. അത് മാത്രമല്ല അത്യാവശ്യം നല്ല റിലയബിൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. വണ്ടി നല്ല ഒരു ബോഡി സെറ്റപ്പിന് അതായത് ബോഡി സ്ട്രക്ചറൊക്കെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് VD എന്നുള്ള ഒരു ഓപ്ഷനിൽ ടോപ്പ് എൻഡിൽ തൊട്ടടിയുള്ള മോഡൽ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 2 എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ അന്നും കുഴപ്പമില്ലാത്തൊരു സേഫ്റ്റിയും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ റേറ്റ് വന്നിരുന്നത് 8 ലക്ഷം രൂപയൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് അന്നത്തെ പ്രൈസ് റേഞ്ച് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടി ഈ ഒരു വണ്ടി അതായത് ഒരു 7 വർഷം പഴക്കമുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഈ ഒരു 7 വർഷം പഴക്കമുള്ള ഈ ഒരു വണ്ടിക്ക് ഇപ്പോഴും 6 ലക്ഷം രൂപ 5.5 ലക്ഷം രൂപയൊക്കെ തരാൻ ഇഷ്ടംപോലെ ആൾക്കാർ റെഡിയാണ്. ഈ ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ ഏകദേശം 8-8.5 ലക്ഷം രൂപയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 7 വർഷത്തിന് ശേഷം ആകെ കുറഞ്ഞിട്ടുള്ളത് 1 ലക്ഷം 1.5 ലക്ഷം രൂപ മാത്രമേ ഡ്രോപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രയും റീസെയിൽ വാല്യൂൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആയിട്ടാണ് ഇപ്പോഴും
ഈ ഒരു ടൊയോട്ട ഇത്തിയോസ് ലിവ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫാമിലി ബഡ്ജറ്റ് കാറാണ്, അതേപോലെ തന്നെ നിങ്ങൾ നോക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറാണെങ്കിൽ ഈ ഒരു കാർ നിങ്ങൾക്ക് പക്ക മാച്ച് ആയിരിക്കും. കാരണം വെച്ചാൽ ലുക്ക് വൈസ് ആണെങ്കിലും പെർഫെക്റ്റ് ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. പിന്നെ സർവീസ് കോസ്റ്റ് വളരെ തുച്ഛമായ, അതായത് മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഒരു 5 ആൾക്ക് അടിപൊളിയായിട്ട് സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റിയ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഒരു വണ്ടി. പിന്നെ യാത്രാസുഖത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയില്ല, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ടിന് ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിക്കുള്ളത് ഏകദേശം 23 കിലോമീറ്റർ മൈലേജ് വരെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 21-22 കിലോമീറ്ററൊക്കെ എന്തായാലും ഈ ഒരു വണ്ടിക്ക് AC ഇട്ട് കഴിഞ്ഞാൽ പോലും കിട്ടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഓടിക്കുന്ന യൂസേഴ്സൊക്കെ പറഞ്ഞത്. അതായത് 20+ മൈലേജ് എന്തായാലും നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അതിനൊരു അത്യാവശ്യം നല്ലൊരു കിടിലൻ മൈലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാണാനും കുഴപ്പമില്ല. ഇൻറ്റീരിയർ മാത്രമാണ് കുറച്ചൊരു ബോറിംഗ് ആയിട്ട് ഇതിൻ്റെ യൂസേഴ്സും കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു ഇൻറ്റീരിയർ സെറ്റപ്പാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്റർ ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളി തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു നീറ്റായിട്ടുള്ളൊരു ബാക്കിലെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ. ആ ഒരു ബൾജ് ചെയ്ത ടൊയോട്ടൻ്റെ ചിഹ്നവും പിന്നെ എല്ലാം കൊണ്ടും വണ്ടി കാണാനൊക്കെ ഒരു കുട്ടപ്പനാണ്, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരു അലോവീലൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി അടിപൊളി ഒരു അലോവീലൊക്കെ ഇടുകയാണെങ്കിൽ ഈ വണ്ടി ഒന്നും കൂടി ലുക്കായിരിക്കും. നല്ലൊരു ടയേഴ്സും കാര്യങ്ങളും ഇടുകയാണെങ്കിൽ തന്നെ വണ്ടിൻ്റെ ആ ലുക്ക് മൊത്തത്തിൽ മാറും. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. അധികം കാര്യങ്ങളൊന്നും ഇതിൽ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. 2 SRS എയർ ബാഗ് ഈ ഒരു വണ്ടിയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ AC ഈ ഒരു ഭാഗത്ത് എനിക്ക് ചെറിയൊരു ബോറിംഗ് ആയിട്ട് തോന്നി. ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ആകെ എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു മീറ്ററാണ്. ആ മീറ്റർ ഒരു സെൻറ്ററിൽ വന്ന പോലെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇടങ്ങാറായിട്ട് അങ്ങോട്ട് വണ്ടി കൊടുക്കുന്ന ടൈമിൽ സ്പീഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നോക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഫ്രണ്ടിലാണല്ലോ, നമ്മൾ ആ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലാണല്ലോ മെയിനായിട്ട് ഉണ്ടാവാറ് ആ ഒരു മീറ്റർ. പക്ഷേ ഈ ഒരു മീറ്റർ പറഞ്ഞാൽ കുറച്ച് മാറിയിട്ട് ആ സെൻറ്ററിൽ ഡാഷ്ബോർഡിൽ തന്നെ കൊണ്ട് തിരികെ വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രം എനിക്കൊരു ബോറിംഗ് ആയിട്ട് ടൊയോട്ട വെറൈറ്റി ആയിട്ട് കൊടുത്തതാണ്. പക്ഷേ ഒരുവിധം ഒരു 80% ആൾക്കാർക്കും ആ ഒരു സെൻറ്ററിൽ കൊടുത്തത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇൻറ്റീരിയർ സെറ്റപ്പിൽ കാര്യമായിട്ടൊന്നും പറയണമെന്നില്ല. അപ്പം നമുക്ക് ഡിക്കി നോക്കിയേക്കാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. കുറച്ച് ലഗേജസും കാര്യങ്ങളൊക്കെ കൊള്ളിക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു വണ്ടിനെ കുറിച്ച് അറിയേണ്ടവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹപ്പെടുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിനായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ടൊയോട്ട ഇറ്റിയോസ് ലിവ VD 2027 ഡീസൽ മോഡലായ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. 1364 cc വരുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് വരുന്നത്. മാനുവലാണ്, 5 സ്പീഡ് ഗിയർ ബോക്സ്. പിന്നെ D4D എന്നുള്ള ബ്രാൻഡിലാണ് ഇത് വരുന്നത്. 4 സിലിണ്ടർ ഇൻലൈൻ 4 വാൾവ് എഞ്ചിനാണ്, ടർബോ ചാർജ്ഡ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 67 bhp at 3800 RPM വരെയാണ്. പിന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് വെച്ചാൽ 170 Nm ടോർക്ക് വരുന്നത് 1800 RPM വരെ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെ ഈ ഒരു എഞ്ചിന് കൊടുക്കുന്നുണ്ട്. ഏകദേശം 23 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ട്. 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ ഈ മോഡൽ BS4 എഡിഷനാണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ടൊയോട്ട അണ്ടർ റേറ്റഡ് കാറാണ്. അത് മാത്രമല്ല റിലയബിൾ ആണ്, അത്രമാത്രം റിലയബിൾ ആണ്. ടൊയോട്ടൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ 5 ലക്ഷം 6 ലക്ഷം ഓടിയ നോർമൽ സെഡാൻസ് കാർസ് ഉണ്ട്. ഇറ്റിയോസ് ടാക്സി ആയിട്ട് ഓടുന്ന ഇഷ്ടംപോലെ കാർസ് ഉണ്ട്. അതിനൊന്നും ഒരു വർക്കും കാര്യങ്ങളും വരാറില്ല. ഇപ്പോൾ സർവീസ് പീരിയഡിക്കലി വരുന്നത് ഒരു 3500-4000 രൂപയ്ക്കാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ആകെ വരുന്നത്. അതിലും കുറവാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിച്ചും കൊണ്ടുള്ള കാര്യങ്ങൾ ടോട്ടലി പറയാം. അപ്പോൾ ഈ ഒരു ഇറ്റിയോസ് ലിവ വണ്ടി ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വണ്ടി ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ നമ്മൾ നോർമൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ അത് ഡീസൽ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഓപ്പോണൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്വിഫ്റ്റ് ഒന്നും കൂടി സ്പീഡപ്പ് ആയിട്ടുള്ളൊരു കാർ തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് സ്വിഫ്റ്റിന് കൂടുതലാണ് എനിക്ക് ഓടിച്ച ടൈമിൽ എനിക്ക് തോന്നി. ഡീസൽ സ്വിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഓൾഡ് ഡീസൽ സ്വിഫ്റ്റ്. അപ്പോൾ ആ ഒരു സ്വിഫ്റ്റിനേക്കായും കുറച്ച് പവർ ഡ്രോപ്പ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും പവറിനൊന്നും ഒരു കുറവില്ല. വണ്ടി കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് തന്നെ കയറിപ്പോവും. പിന്നെ 5 ആൾ വെച്ചാലും അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളും ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ സെറ്റപ്പിലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്രക്കൊക്കെ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ പക്ക പെർഫെക്ഷനിലോട് കൂടി പോകാൻ പറ്റും. ഉള്ളിൽ അത്രമാത്രം തെക്കി തിരക്കിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ വരില്ല. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കോ ഡ്രൈവർ സീറ്റിലായാലും ഡ്രൈവിംഗ് സീറ്റിലായാലും അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളും തന്നെ ഈ ഒരു വണ്ടിയിലുണ്ട്. ഈ ഒരു ഇറ്റിയോസ് ലിവനെ കുറിച്ച് ചെറുതായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഡെയിലി യൂസിന് പറ്റിയ മെയിൻ്റെനൻസ് കുറഞ്ഞ ഡീസൽ വണ്ടി, ഹാച്ച് ബാക്ക് കാറിൽ ഏറ്റവും നല്ല കാർ തന്നെ ഇതിന് വിശേഷിപ്പിക്കാൻ പറ്റും. ഈ ഒരു വണ്ടിക്ക് ഓപ്പോണൻസ് ആയിട്ട് വരുന്നത് സ്വിഫ്റ്റ് ഡീസൽ, അതേപോലെ തന്നെ i20, പോളോ, റിറ്റ്സ്, പിന്നെ നമ്മളെ ഫോർഡ് ഫിഗോ എന്നുള്ള ഈ 3 മോഡലുകളാണ്. 3 അല്ല 4 മോഡലുകൾ.
അപ്പോൾ എന്നീ വണ്ടികളിൽ ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ ഈ ഒരു എത്തിയോസ് ലിവയിൽ ആ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറവുകളൊക്കെ തീർത്ത ഒരു വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതായത് ആ വണ്ടികളിലൊക്കെ പല പോരായ്മകളുണ്ട്. അപ്പോൾ i20 ആണെങ്കിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതേപോലെ തന്നെ പോളാണെങ്കിൽ പണികളും കാര്യങ്ങളൊക്കെ വന്നതിന് പണിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതേപോലെ തന്നെ ഡീസൽ സ്വിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ നല്ലൊരു സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ റൈഡിങ് കംഫോർട്ടൊക്കെ കുറച്ച് കുറവാണ്. പവർഫുള്ളായിട്ടുള്ളൊരു എഞ്ചിനാണ് സ്വിഫ്റ്റിന് വരുന്നത്, ഓക്കെയാണ്. ബട്ട് കുറച്ച് റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ സ്വിഫ്റ്റിൽ കുറവാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നുകൂടി കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളും നമ്മൾ എത്തിയോസ് ലിവക്ക് കിട്ടും. അപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ സ്വിഫ്റ്റും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പോകുന്നത് എത്തിയോസ് ലിവ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫുൾ പാക്ക്ഡ് ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും. കാരണം കുറവുകൾ ഈ ഒരു വണ്ടിക്ക് കുറവാണ് എന്നും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഫുള്ളി പാക്ക്ഡ് ഹാച്ച് ബാക്ക് കാർ തന്നെ ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും. ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല രസമാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് കൊടുക്കാൻ. പിന്നെ അത് മാത്രമല്ല ഇതിനെ മെയിനായിട്ട് കിട്ടുന്ന ഈ ഒരു റൈഡിങ് കംഫോർട്ട്, അതേപോലെ തന്നെ ഈ സ്റ്റിയറിംഗിൽ വരുന്ന ആ ഒരു കംഫോർട്ട് അതൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ടൊയോട്ടൻ്റെ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ടൊയോട്ട വണ്ടികളിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റിയറിംഗ് ടൈപ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കും വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പെട്ടെന്ന് നമുക്ക് പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങൾ തന്നെ ഈ ഒരു എത്തിയോസ് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ ഒരു വണ്ടി കുറച്ച് റഫായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കംപ്ലയിൻസും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലെ ഡെയിലി യൂസിന് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പക്ക ഫാമിലി കാറിന് വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും. എത്ര റഫായിട്ട് ഓടിച്ചാലും നമുക്കൊരു ഈ ഒരു വണ്ടി 20-21 കിലോമീറ്റർ മൈലേജ് തന്നെ ഡീസലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഓപ്പോണന്റ് ആയിട്ട് വന്നുള്ളത് സ്വിഫ്റ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പോണന്റ് എക്കാലത്തിന്. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആണ്, പക്ഷേ സ്വിഫ്റ്റ് ഇപ്പോൾ നിലവിൽ കിട്ടാനുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു കമ്പാരിസൺ അല്ല, ഇതിൻ്റെ ഡീസൽ സ്വിഫ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഓപ്പോണൻറ്റ്. അപ്പോൾ ആ ഒരു വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി എത്തിയോസ് തന്നെയായിരിക്കും. കാരണം ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റൈഡിങ് കംഫോർട്ടും അതേപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിൽ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഡീസൽ സ്വിഫ്റ്റും മോശമൊന്നുമല്ല, 20-21 കിലോമീറ്റർ മൈലേജൊക്കെ സ്വിഫ്റ്റിനും കിട്ടുന്നുണ്ട്. പക്ഷേ സ്വിഫ്റ്റിൽ കിട്ടാത്തൊരു കോൺഫിഡൻസ് ഈ ഒരു എത്തിയോസ് ലിവ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എത്ര സ്പീഡ് പോയിട്ട് ഇപ്പോൾ ടേണിങ്ങും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ റോഡിൽ പക്ക പെർഫെക്ഷനോട് കൂടിയിട്ട് സ്റ്റേബിളായിട്ട് വണ്ടി പോകുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പറഞ്ഞില്ലേ, വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇതിലെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും അധികം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ എപ്പോഴും നല്ലൊരു എഞ്ചിനായിരിക്കണം. അതേപോലെ തന്നെ വണ്ടി അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് സ്പീഡപ്പായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വണ്ടി ഫുൾ പെർഫോമൻസ് വൈസ് കാര്യങ്ങൾ മാത്രം പെർഫെക്റ്റ് ആയിട്ട് കാര്യമില്ല. ഓടിക്കുന്ന ടൈമിൽ വണ്ടി കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ വേണം. കാരണം എന്നാലാണ് നമുക്ക് ആ സേഫ്റ്റി ആയിട്ട് നമുക്ക് ആ ഒരു ടേണിങ്ങും കാര്യങ്ങളും ഓടികളൊക്കെ പക്കായിട്ട് പെർഫെക്ഷനോട് കൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എത്തിയോസ് ഭയങ്കര സ്റ്റേബിളാണ്. റോട്ടിൽ നിന്ന് ആടി കളിക്കുന്ന ഒരു പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ വണ്ടി ഓടിക്കുമ്പോൾ തോന്നിയിട്ടില്ല. ഒരു 80-90 പോയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേണിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി കയ്യിൽ നിന്ന് പാളി പോകുന്ന ഒരു ഫീലിംഗ് ഇതുവരെ എനിക്ക് തോന്നിയില്ല. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പെർഫെക്ഷൻ കറക്റ്റാണ്. നമ്മൾ ആ ഓടികൾ കറക്റ്റായിട്ട് നമുക്കിതിൽ ഫീൽ ചെയ്യും. ഈ ഒരു ടൊയോട്ടോ ഇത്യോസ് ഓടിക്കുമ്പോൾ എനിക്ക് കുറേ ലോങ് ടൈം ഓടിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു നല്ല കംഫോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവിലൊന്നും തളരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മടുക്കാത്തൊരു റൈഡിങ് ഫീലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പെട്ടെന്നുള്ള പെർഫെക്ഷനോട് കൂടിയുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ ബാക്കത്തെ റോലിരിക്കണ പാസഞ്ചർക്കും നല്ല റൈഡിങ് കംഫോർട്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. നല്ല പറയുമ്പോൾ ഇന്നോവൻ്റെ അത്ര ആ ഒരു റൈഡിങ് കംഫോർട്ടൊന്നും ഈ ഒരു വണ്ടിയുടെ ബാക്കിലിരിക്കാനില്ല. എന്നാലും കുഴപ്പമില്ലാത്ത റൈഡിങ് കംഫോർട്ട് തന്നെ ഈ വണ്ടിയിലുണ്ട്. പിന്നെ 3 ആൾക്ക് ബാക്കിൽ സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ഫീലൊന്നും ഈ വണ്ടിയിൽ ഇടിഞ്ഞിരിക്കേണ്ട അവസ്ഥയില്ല. അത്യാവശ്യം കൈയും കാലൊക്കെ നീട്ടിയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ബാക്കിലേക്ക് ചാർന്നിരിക്കാൻ പറ്റിയ ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ബാക്കിലെ റൈഡിങ് കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിലെ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെടുത്തുള്ള സീറ്റാണ്. അതിന് പുറമെ നല്ല 2 ഹെഡ് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ 2 സീറ്റിന് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് റൈറ്റ് സൈഡിലെ മിഡിൽ സീറ്റിന് ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ റൈഡിങ് കംഫോർട്ട് തരുന്നത് എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു സസ്പെൻഷനാണ്. ഈ ഇത്യോസ് ലിവയുടെ സസ്പെൻഷൻ അടിപൊളിയാണ്. അപ്പോൾ എത്ര സ്പീഡ് പോയിട്ട് ചെറിയ വളവും തിരിവൊക്കെ എടുക്കുകയാണെങ്കിലും അപ്പോൾ ഇറക്കുകയാണെങ്കിലും ഇപ്പോൾ എങ്ങനെ പോകുകയാണെങ്കിലും നമുക്ക് ആ റൈഡിങ് കംഫോർട്ടിൽ ഏറ്റവും കൂടുതൽ മുഖ്യ റോള് വഹിക്കുന്നത് നമ്മളെ ഈ ഒരു വണ്ടീൻ്റെ സസ്പെൻഷനാണ്. അടിപൊളി ഒരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അതാണ് നമുക്ക് ലോങ് ഡ്രൈവിൽ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് തോന്നാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എടുത്തെടുത്ത് പറയേണ്ട വെച്ചാൽ ലോങ് ഡ്രൈവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കുന്നൊരു സംഭവം ഒരു ഹാർഡ് ക്ലച്ചാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഹാർഡ് ക്ലച്ചാണ് വെച്ചാൽ ചില വണ്ടികളിലൊക്കെ ക്ലച്ച് പഴകിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഹാർഡ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിനെ കൊടുത്ത് റെഡിയാക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നോർമലി ഈ ഒരു വണ്ടിക്ക് വരുന്നത്
നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചും അല്ല, എന്നാൽ നല്ല ഹാർഡ് ആയിട്ടുള്ള ക്ലച്ചല്ല, ഒരു നോർമൽ ടൈപ്പ് ക്ലച്ചാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലച്ച് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ എടുത്തെടുത്ത് പറയുന്നത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സുമാണ്. വണ്ടീൻ്റെ സ്റ്റിയറിംഗ് പക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു ടൊയോട്ട വണ്ടികളിലുള്ള ഒരു സ്റ്റിയറിംഗ്. ആ ഒരു സ്റ്റിയറിംഗ് തന്നെ നമുക്ക് ഒരു ഹാച്ച് ബാക്ക് കാറിലും കിട്ടുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, വണ്ടി റോഡിൽ എപ്പോഴും ഭയങ്കര സ്റ്റേബിളായിട്ട് ഇരിക്കും. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് വണ്ടിക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ എന്താ പറയുക, സർവീസ് കോസ്റ്റ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും അതേപോലെ തന്നെ റൈഡിങ് കംഫോർട്ടിനെ കുറിച്ചിട്ടാണെങ്കിലും ഡ്യൂറബിലിറ്റിനെ കുറിച്ചാണെങ്കിലും അതേപോലെ തന്നെ വണ്ടർ സേഫ്റ്റി കുറിച്ചാണെങ്കിൽ എല്ലാത്തിലും വണ്ടി ഓവറോൾ പക്കയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു വണ്ടി ഇന്നും 7 ലക്ഷം അല്ലെങ്കിൽ 6.5 ലക്ഷം കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി അത് വാങ്ങിയാൽ തന്നെ വെർത്തായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ വണ്ടിക്ക് കുറച്ച് റേറ്റ് അധികം കൊടുത്തു എന്ന് വെച്ചാലും നമുക്ക് ആ ഒരു റേറ്റ് കൊടുത്തത് നമുക്ക് സർവീസിലും അതേപോലെ തന്നെ മൈലേജിലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് മേടിക്കാൻ പറ്റും. കാരണം വെച്ചാൽ സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്, തുച്ഛമായ സർവീസ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് 0 മെയിൻ്റെനൻസ് ആണ് എൻ്റെ എത്തിയോസിന് എന്നൊക്കെ. അങ്ങനെ പറയണില്ലെങ്കിൽ പോലും ഒരു 2000, 2500, 3000 രൂപയ്ക്കാണ് ഇതിന് മാക്സിമം. ടൊയോട്ടയിൽ പോയാൽ തന്നെ നമുക്ക് 10,000 കിലോമീറ്ററിലൊക്കെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരാറുള്ള ഈ ഒരു വണ്ടിക്ക്. അതന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ കുറച്ച് ക്യാഷ് അധികം കൊടുത്താൽ തന്നെ ഈ ഒരു വണ്ടിയിൽ നിന്ന് ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് മൈലേജിൻ്റെ കാര്യത്തിൽ 22, 23 കിലോമീറ്റർ മൈലേജൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ചവിട്ടി പൊളിച്ച് അതായത് റഫായിട്ട് ഓടിച്ചാൽ പോലും നമുക്കൊരു 20, 21 കിലോമീറ്റർ മൈലേജൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടെന്നാണ് 20+ മൈലേജ് ഈ ഒരു വണ്ടിക്ക് എന്തായാലും കിട്ടുന്നതാണ് ഈ ഒരു ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഇപ്പോൾ ലോങ് യൂസിനൊക്കെ പക്ക റൈഡിങ് കംഫോർട്ടോട് കൂടി നമുക്ക് പോകാൻ പറ്റിയൊരു അടിപൊളി ഹാച്ച് ബാക്ക് കാർ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സ്വിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് ലോങ് ഡ്രൈവിന് കൂടുതലും ഇഷ്ടമില്ലാത്തൊരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ്. കാരണം വെച്ചാൽ ഞാൻ ലോങ് ഡ്രൈവൊക്കെ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒക്കെ ഒരു ചെറിയ ചടപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ സ്വിഫ്റ്റിലുള്ള ആ ഒരു ചടപ്പും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സ്വിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. വളരെ എന്താ പറയുക, ലോ ബഡ്ജറ്റിൽ നമുക്ക് തരാവുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും സ്വിഫ്റ്റിലുണ്ട്. അത്രമാത്രം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിലില്ല. പിന്നെ എന്താ പറയുക, സ്വിഫ്റ്റിൻ്റെ എഞ്ചിനും അത്യാവശ്യം നല്ല റിഫൈൻ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. പക്ഷേ എനിക്ക് സ്വിഫ്റ്റിൽ ഇഷ്ടമല്ലാത്തത് വെച്ചാൽ ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടമല്ല ആ വണ്ടിയിൽ. പിന്നെ അതേപോലെ തന്നെ നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ആ വണ്ടി ഇടയ്ക്ക് കൈ തെന്നി പാളി പോകുന്ന ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി. സുസുക്കി വണ്ടികൾ അധികം ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ വണ്ടി സുസുക്കി വണ്ടിയാണ്. പക്ഷേ ഒരിക്കലും ഞാൻ ആ വണ്ടിയെ ഒരു കുറ്റം പറയുന്നതല്ല, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ചില സുസുക്കി വാഹനങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടല്ല. എല്ലാ സുസുക്കി വാഹനങ്ങളെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ സ്വിഫ്റ്റ് അതേപോലെ തന്നെ ചില ബലേനോ അങ്ങനത്തെ വണ്ടികളിലൊക്കെ കയ്യിൽ നിന്ന് പാളി പോകുന്നൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എത്തിയോസ് ഡിഫറെൻ്റ് ആണ്. വളരെ യുണീക്കായിട്ടുള്ളൊരു വണ്ടി തന്നെ പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി അണ്ടർ റേറ്റ് ആണ്. കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഈ എത്തിയോസ് ലുക്ക് വൈസ് കാര്യങ്ങളും വെച്ചിട്ട് അതേപോലെ ഇൻറ്റീരിയറൊക്കെ വെച്ചിട്ട് വാങ്ങാതിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയണത് വെച്ചാൽ വണ്ടിൻ്റെ എഞ്ചിൻ ഭാഗത്തും വണ്ടിൻ്റെ ആ റൈഡിങ് കംഫോർട്ടിൻ്റെ ഭാഗത്തൊക്കെ പക്കാണ് വണ്ടി. പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് അത്രമാത്രം അഗ്രസീവ് ഒന്നുമല്ല വണ്ടി, എന്നാലും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ എനിക്കിത് എടുത്തെടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ AC കൂളിംഗ് ഒക്കെ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് തന്നെ ഈ ഒരു വണ്ടിക്ക് AC കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ മൊത്തം ഒരു യൂസർ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ഒരു എൻ്റെ അപ്പുറത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ആ വണ്ടിയിൽ ഞാൻ എത്തിയോസ് പെട്രോളിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുന്ന കാലത്ത് രണ്ടാമതായിട്ട് ഞാൻ എടുത്ത വണ്ടി എത്തിയോസ് പെട്രോളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വണ്ടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളൊരു കസിൻ്റെ വണ്ടി എത്തിയോസ് പെട്രോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നിയ കാരണം വെച്ചാൽ അതിന് ഭയങ്കര ഫ്യൂൽ എഫിഷ്യൻസി കുറവാണ്. അതൊന്നും നമുക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ലക്ഷറി വണ്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് 13 കിലോമീറ്റർ മൈലേജിലൊക്കെ കൊണ്ടുനടക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു വണ്ടി നോർമൽ ഒരു സ്വിഫ്റ്റിൻ്റെ പോലെ ഒരു വണ്ടിക്ക് ഒരു 13 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ എന്തിനാ അത്രമാത്രം പെട്രോൾ അടിച്ചിട്ട് ആ ഒരു വണ്ടി ഓടിക്കണമെന്ന് തോന്നിപ്പോവും. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് പെട്രോൾ എത്തിയോസിൽ തോന്നിയുള്ളൂ. പക്ഷേ ഈ ഒരു ഡീസലിലേക്ക് വരുമ്പോൾ ഈ ഒരു വണ്ടിക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. ഏകദേശം 23-22 കിലോമീറ്റർ മൈലേജ് തന്നെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ നല്ല ഡീസലിനാണെങ്കിൽ പെട്രോളിനൊക്കെ ആണെങ്കിൽ നല്ല പ്രൈസാണ്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഇപ്പോഴും 22 കിലോമീറ്റർ മൈലേജ് കിട്ടുമ്പോൾ അടിപൊളി ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക്. അപ്പോൾ എനിക്ക് പറയുന്നത് വെച്ചാൽ എല്ലാം കൊണ്ട് ഈ ഒരു വണ്ടി പെർഫെക്റ്റ് ആണ്. ഓവറോൾ അടിപൊളിയാണ്.
ഇപ്പോൾ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയറിലും, അതേപോലെ തന്നെ ആ ഒരു മീറ്റർ ക്ലസ്റ്ററിലൊക്കെ ചെറിയൊരു വൃത്തിയായിട്ട ഒരു മീറ്ററായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളന്നില്ല. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ആ ഒരു ഇൻറ്റീരിയർ സെറ്റപ്പ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹാച്ച് ബാക്ക് കാറിൽ എനിക്ക് എന്താ പറയുക, നല്ലൊരു വണ്ടിയായിട്ട് ഇപ്പോഴും തോന്നുന്നത് ഈ ഒരു എത്തിയോസ് ലിവാണ്. ഇതിന് ഓപ്പോണൻ്റായിട്ട് എനിക്കൊരു വണ്ടി തോന്നില്ല. കാരണം അതിൻ്റെ റൈഡിങ് കംഫോർട്ടും അതിൻ്റെ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ടും, പിന്നെ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടി പുലിയാണ്. കാരണം വെച്ചാൽ 1 ലക്ഷം രൂപയ്ക്കാണ് ഡ്രോപ്പ് ആയിട്ടുള്ള 7 വർഷത്തിന് ശേഷം. ഇപ്പോഴും പുലിക്കുട്ടിയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വെർത്തായിരിക്കും ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വെർത്തായിരിക്കും. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പുതിയ വണ്ടികളും കിട്ടാണ്ട്, അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ പുതിയ വണ്ടികൾ കിട്ടാണ്ട്, ഒരിക്കലും ഞാൻ ഈ ഒരു വണ്ടി എടുക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റൈഡിങ് കംഫോർട്ടും അതേപോലെ തന്നെ ആ കോൺഫിഡൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ടൊയോട്ട ഇറ്റിയോസ് തന്നെ എടുക്കണമായിരിക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ റൈഡിങ് കംഫോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും കൺട്രോളിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോളോ i20 ഒക്കെ അടിപൊളിയാണ്. പക്ഷേ മെയിൻ്റെനൻസ് വരുമ്പോൾ അവരൊരു പൊടിക്ക് നമ്മളെ ടൈറ്റ് ആക്കുന്ന ഒരു ഫീൽ വരും. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ടൊയോട്ട ഇറ്റിയോസ് എനിക്ക് നല്ലൊരു ഹാച്ച് ബാക്ക് കാറായിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് കാറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി കാറാണ്. ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു എഞ്ചിനാണ്. പിന്നെ സർവീസ് കോസ്റ്റ് കുറവാണ്, നല്ല മൈലേജാണ്. അപ്പോൾ ഗൈസ്, എന്തുകൊണ്ട് ഈ ഒരു ബെസ്റ്റ് ഹാച്ച് ബാക്ക് കാർ തന്നെ എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തായാലും വെർത്തായിരിക്കും തന്നെ എനിക്ക് പറയുള്ളൂ. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ എടുക്കാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാര്യം എനിക്കറിയാം. അതേപോലെ തന്നെ ഇതിന് മുന്നുള്ള വീഡിയോസിലെ കമൻറ്റ് ബോക്സിലെ കണ്ടിട്ട് കുറച്ച് ലെങ്തിയാണ് എൻ്റെ വീഡിയോസ് എന്നുള്ളതൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ള ബോധത്തോടെ 1, 2, 3 വട്ടമൊക്കെ ഞാൻ ആവർത്തിച്ച് പറയാൻ എനിക്ക് മനസ്സിലായിക്കോട്ടെ. ഒരിക്കലും ഒരു കാര്യങ്ങളും ഇൻഫോർമേഷനും മിസ്സായി പോരുതെന്ന ലെവലിലാണ് ഞാൻ പറയാറ്. അപ്പോൾ കുറച്ച് ലെങ്തി ആയി പോകുന്നതാണ്, എന്തായാലും ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ, എത്തിയോസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഹാച്ച് ബാക്ക് കാറുകൾ തപ്പി നടക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ലിവൊക്കെ എടുക്കാനുള്ള ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.